അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നേരം ഇവിടെ 4:15 4 മണിക്ക് എണീറ്റതാണ് കേട്ടോ. അപ്പോൾ നാലാം നോമ്പിൻ്റെ അത്താഴത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ പയറൊക്കെ കട്ട് ചെയ്ത് മുറിച്ച് വേവിക്കാനായിട്ട് വെച്ചിരിക്കണ്. പിന്നെ പഴം പുഴുങ്ങ 2 പഴം പുഴുങ്ങണുള്ളൂ കേട്ടോ. കാരണം കുട്ടികൾ ആരും പഴം കഴിക്കണില്ല. അപ്പോൾ 2 പഴം പുഴുങ്ങിലും കഴിഞ്ഞ് പിന്നെ ചിരങ്ങൻ്റെ കറി ഉണ്ടാക്കണം. ചിരങ്ങ താളിപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ. താളിപ്പ് അല്ലെങ്കിൽ നോമ്പിനൊക്കെ നമ്മൾ അരച്ച് വെക്കാറില്ല കേട്ടോ. താളിപ്പ് എന്തെങ്കിലുമൊക്കെ തക്കാളി താളിക്കുക, ചിരങ്ങ താളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല നാടൻ ചിരങ്ങയാണ്. അത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് തുമ്പിച്ചുകൊണ്ട് താളിപ്പ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇക്കാനെയും മക്കളെയും ഒക്കെ വിളിക്കുക കേട്ടോ. അങ്ങനെ ചിരങ്ങയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാനിതാ കുക്കറിലങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചായക്കൊക്കെ വെള്ളം തെളിച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിലങ്ങോട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ കറീൻ്റെ പരിപാടിയൊക്കെ കഴിയും. മക്കളെ ഇവിടെ തരത്തിൽ എണീറ്റിക്കാണ്, 4 മണിക്ക് എണീറ്റിക്കണം കേട്ടോ. പിന്നെ ഇന്നലെ എന്താ അറിയില്ല ഭയങ്കര പല്ല് വേദനയൊക്കെ. അപ്പോൾ അവിടെ കിടന്ന് എന്നിട്ട് പിന്നെ എണീറ്റത്. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. കറി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനായിരുന്നു. മീനിൻ്റെ മസാല തേച്ച് വെച്ചു, മീൻ പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒരുങ്ങിയിരിക്കണം. 5 മണിയൊക്കെ ആയിട്ടുണ്ട് കുട്ടികളെ വിളിച്ചോളൂ, കാര്യം കുട്ടികളൊക്കെ വിളിച്ചോളൂ. ഇപ്പോൾ 4:30 മണിയായി. അപ്പോൾ ഏകദേശം കഴിഞ്ഞ് മീൻ പൊരിച്ചാലും കൂടി ഉണ്ട്. ഇതിലെ ചിരങ്ങ കറിയുണ്ട്, ചിരങ്ങ കറി വെക്കാം. ഇന്നലെ ചിരങ്ങ തന്നെയാണ് കേട്ടോ. ഇത് 3ാമത്തെ അത്താഴമാണ്. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെ ചിരങ്ങ കറി തന്നെയായിരുന്നു. അപ്പോൾ നല്ല നാടൻ ചിരങ്ങയാണ്, പയറുപ്പേരിയാണ് കേട്ടോ. നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കണം. ഇത് കടമീൻ്റെ കുട്ടികളുണ്ടായിരുന്നു, അതും പിന്നെ കോര 2 മീനാണ് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്ക് കുറേ ദിവസം നമ്മൾ വീഡിയോസ് ഒന്നും ഇടാതെ നിന്നിട്ടാം. അപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ നിൽക്കാൻ കാരണം എന്നുള്ളത് ഓരോ തിരക്കിലും കാര്യങ്ങളായിട്ട്. പിന്നെ എന്താ വീഡിയോസിൽ വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മടിയാണ് കേട്ടോ. കളിയാക്കൽ മാത്രമേ നമുക്ക് കേട്ട് മടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ പോരായ്മകളും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫോണിന് മിസ്റ്റേക്കാണ്, ഫോണിന് എടുക്കാനും കഴിയണില്ല, ഒക്കെ പാടായിട്ടുണ്ട് വീഡിയോസ് ഒന്നും ഇല്ലാണ്ട്. അങ്ങനെ നമ്മുടെ അതിൻ്റെ ഇടയിൽ നമ്മൾ പയറുപ്പേരിയൊക്കെ സെറ്റായിട്ടുണ്ട്. കറി ഏകദേശമൊക്കെ നല്ലോണം വെന്തിക്കണം. പഴമൊക്കെ ചൂടാറ്റാനായിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒക്കെ സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ ഇനി മീനും കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ മീൻ ഒരു ഭാഗമൊക്കെ നന്നായിട്ടാണ് മൊരിഞ്ഞപ്പോൾ ഞാനിതാ കത്തിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടാണ് മറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആരോ ഒരാൾ കമൻറ്റിൽ നാളെ ചോദിച്ചിരുന്നു എന്താണ് കത്തി കൊണ്ടാണോ മറിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ എനിക്കത് സുഖം കേട്ടോ. ഞാൻ കത്തി എപ്പോഴും കത്തി കഴിക്കണ്ടാവില്ല അടുക്കളയിൽ. അപ്പോൾ ആ കത്തിൻ്റെ ബാക്ക് ഭാഗം കൂടെ അങ്ങോട്ട് മറിച്ചിട്ട് കേട്ടോ മീനൊക്കെ നെരിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യട്ടോ. ചട്ടക്കൊന്ന് പോയെടുത്ത് ചട്ടക്കൊന്നും കൊണ്ട് തന്നെ മറിച്ചെടുക്കുന്ന അങ്ങനത്തെ ഒരു അതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഏകദേശം ആ മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോരുത്തരെ വിളിക്കണം. അച്ചൂട്ടി ചില സ്ഥലങ്ങളിലൊക്കെ അച്ചൂട്ടി നീച്ചലുണ്ട് കേട്ടോ. അവൾ നീച്ച് മൂത്രം ഒഴിച്ച് ചായയൊക്കെ കുടിച്ച് കിടക്കും കേട്ടോ. പിന്നെ സ്കൂളും ഇപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ഇപ്പോൾ നേരത്തെ തന്നെ തുടങ്ങും. 9:30 വണ്ടിയൊക്കെ വരും. അപ്പോൾ കുട്ടികൾക്ക് തന്നെ നേരം പോക്കാണ് കേട്ടോ. സ്കൂൾക്ക് പോകുന്നതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നേരം കഴിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ. ഇപ്രാവശ്യത്തെ നോമ്പ് ഭയങ്കര ചൂടാണ്. നോമ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചൂട് നന്നായിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊന്നും വല്ലാണ്ട് നോൽപ്പൊൽപ്പിക്കാൻ പറ്റൂല, ചെറിയ മക്കളൊന്നും കേട്ടോ. കാരണം താങ്ങൂല കേട്ടോ, ഞമ്മക്ക് തന്നെ താങ്ങണില്ല ചൂട്. അപ്പോൾ 1.5 കേട്ടോ എൻ്റെ ചെറിയ മക്കൾ നോൽക്കൽ. വലിയവരൊക്കെ ഫുള്ള് നോൽക്കും, ചെറിയവർ 1.5 നോൽക്കുക കേട്ടോ. കാരണം 1.5 നോൽപ്പിച്ചാലുള്ളൂ കേട്ടോ. കാരണം അവർക്ക് താങ്ങൂല, ഭയങ്കരമായിട്ട് ചൂടാണ്. സ്കൂൾ വരുമ്പോഴത്തേന് കുഴങ്ങി തളർന്ന് കൊഴിഞ്ഞാടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയലാണ് 1.5 നോറ്റാൽ മതി എന്നൊക്കെ പറയലാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ കറിയൊക്കെ റെഡി ആക്കണം. നല്ല നാടൻ ചിരങ്ങ ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവും കറി കേട്ടോ. നല്ല അങ്ങോട്ട് വെന്ത് ഉടഞ്ഞും ചെയ്തേക്കണം. അപ്പോൾ ഇനി അതൊന്ന് തൂമ്പിച്ചെടുക്കണം കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് നമ്മളൊന്ന് തൂമ്പിച്ചെടുക്കൽ. കറിവേപ്പിൻ്റെ ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രസക്കമ്മി ഉണ്ടാവും. അങ്ങനെ ഏകദേശമൊക്കെ ഒരുവിധമൊക്കെ സെറ്റായിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ ഇനി ഓരോരുത്തരെ വിളിച്ച് എണീപ്പിക്കണം. വല്ലാതൊന്നും വിളിച്ചേണ്ട ആവശ്യം. എൻ്റെ വല്ലാതൊന്നും വിളിച്ചേണ്ട, പെട്ടെന്ന് തന്നെ നീച്ചു. ഇന്നലെ രാത്രി തന്നെ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ നീച്ച് വരും.
പിന്നെ നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടമായാലും ഒരു ലൈക്ക് ഒന്ന് കൊടുക്കൊണ്ട് കേട്ടോ നമ്മളെ വീഡിയോക്ക്. നിങ്ങൾക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കുമ്പോഴാണ് നമ്മളെ വീഡിയോ കുറേ ആൾക്കാരെ കയ്യിലെത്തുള്ളൂ കേട്ടോ. കയ്യിലൊക്കെ ഒരല്ല പലവരും കയ്യിലും നമ്മളെ വീഡിയോ എത്തിയാലാണ് നമുക്ക് വീഡിയോക്ക് വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ, റീച്ചൊക്കെ കിട്ടുള്ളൂ ചാനലിൽ കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ കുഞ്ഞു വ്ളോഗാണ്, വല്ല ഞാൻ പറയാനുള്ളത് കൊണ്ട് എന്താ പറയുക വീഡിയോ ഇട്ട് ടൈം കൊണ്ട് എഡിറ്റ് ചെയ്ത് ഇടുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുത്തിട്ട് സപ്പോർട്ട് ആക്കണം കേട്ടോ. ചെറുതാണെങ്കിൽ ചെറിയൊരു കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ഒക്കെ ഒന്ന് കൊടുത്ത് സപ്പോർട്ട് ആക്കോണ്ടിട്ടാ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെപ്പോലത്തെ കുഞ്ഞ് യൂട്യൂബുള്ളവരൊക്കെ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ഒക്കെ അവിടെ ടേബിൾ മൊക്കെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടേബിൾ മൊക്കെ തന്നെ വെക്കലാണ് കേട്ടോ. അല്ലാതെ ഞാൻ പ്ലേറ്റിൽ കണ്ട് സേവ് ചെയ്യലൊന്നുമില്ല. ഉണ്ടാക്കിയ കുക്കറും ചീനച്ചട്ടിയും ഒക്കെ ടേബിൾ മൊക്കെ വെക്കും. ഞാനും മക്കളും ഇരിക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ടേബിൾ മൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഓരോരുത്തർ വിളിക്കുകയാണ് 4:45. അപ്പം ഇനി ഓരോരുത്തരെ കുത്തി പൊക്കണം. ചിലവർ ഇവിടെ അടുക്കളയിൽ വന്നിരുന്ന് ഉറങ്ങും കേട്ടോ. ടേബിളുമ്പോൾ വന്നിരുന്ന് ഉറങ്ങും. അപ്പം ഇന്നിപ്പം ഓരോരുത്തരെ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം ടേബിളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്കൊന്നും വീഡിയോ എടുക്കണത് പറ്റൂല കേട്ടോ. നമ്മൾ ചോറ് തിന്നാൻ നിൽക്കുന്ന നേരത്തും അടുക്കളയ്ക്ക് വരുമ്പോഴൊന്നും വീഡിയോ എടുക്കണ കണ്ടാൽ അവർ അടുക്കളയ്ക്ക് വരൂല കേട്ടോ. എൻ്റെ മനുവിനൊന്നും വീഡിയോ എടുക്കണത് തീരെ പറ്റൂല. അപ്പോൾ ഓനൊക്കെ മാറി നിൽക്കുകയാണ് കേട്ടോ. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വല്ലാതെ ഞാൻ ഷൂട്ട് ചെയ്യാൻ നിൽക്കണില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടാ ഇന്നലത്തെ പെൽച്ചക്കത്തെ വിശേഷം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ നേരത്തെ എണീറ്റിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടോട് കൂടി നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കി കേട്ടോ. ഇതാ ഞാനിവിടെ അത്താഴം അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ. ചോറ് അങ്ങോട്ട് തിന്നാണ്. അപ്പോൾ ചോറൊക്കെ തിന്നൽ കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കാനാവും. പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കും കേട്ടോ. ബാങ്ക് കൊടുത്താൽ പിന്നെ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഖുർആൻ ഓതിയതിന് ശേഷം കിടക്കുക. പിന്നെ ഒരു 8 മണിയാവും കേട്ടോ എണീറ്റ് വരണമെങ്കിൽ. അപ്പോൾ അതാ നമ്മൾ ചോറ് കഴിക്കട്ടെ. അല്ലുമോനെ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. വീഡിയോയിൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ മോറി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതുകയാണ്. അങ്ങനെ ഇനി നാളെ നേരം വെളുത്തുള്ള വിശേഷങ്ങളായിട്ട് വരാട്ടോ. അപ്പോൾ ഇതാ മക്കളെ ഇന്നത്തെ നോമ്പുതറ സ്പെഷ്യൽ എന്നുള്ളത് ഇറച്ചിയും പൂളയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പൂള കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ. പിന്നെ ബീഫാണ് കൊടുന്നിരിക്കുന്നത്. ബീഫൊക്കെ കട്ട് ചെയ്ത് തന്നെ കൊടുന്നിരിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമാണ്. കേക്ക് എടുത്താൽ മതി. ബീഫൊക്കെ കട്ട് ചെയ്ത് കൊടുന്നിരിക്കണം. അപ്പോൾ കുറച്ച് പകുതി എടുത്തുകാണ് പകുതി ഞാൻ നാളെ പൊറാട്ടിക്ക് മുളകിടാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. നാളെ ബീഫ് മുളകിട്ടതും പൊറാട്ടി ആക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഇതൊക്കെ ഒന്ന് കേക്ക് എടുക്കാനുണ്ട്. അതേമാതിരി തന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. പിന്നെ മുട്ട ബജി ഉണ്ടാക്കണമെന്ന്, അതേപോലെ തന്നെ ഉള്ളിവട ഉണ്ടാക്കണം. അത് രണ്ടുമാണ് ഇന്ന് പൊരികളായിട്ട് വിചാരിച്ചിരുന്നത്. ഇതൊക്കെ ഒന്ന് കേക്ക് എടുത്ത് വരട്ടെ ഗൈസ്. അതേമാതിരി ഇതൊക്കെ ക്യാരറ്റ് കൊണ്ടുവന്നിരിക്കണം കേട്ടോ. ക്യാരറ്റിൻ്റെ ജ്യൂസ് അടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാരറ്റാണ് ഇന്ന് കൊടുന്നിരിക്കുന്നത്. അങ്ങനെ ഇതാ പൊരികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാവ് റെഡിയാക്കണം കേട്ടോ. മുട്ട ബജിയും അതുപോലെ തന്നെ ഉള്ളിവടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. മുട്ട ബജിക്കുള്ള മാവൊക്കെ നമ്മൾ കടലമാവും മൈദമാവും ഇടും. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മാവ് കൂട്ടും കേട്ടോ. ഉള്ളിവട മുളകും ഇഞ്ചിയും എല്ലാം ഇട്ടിട്ട് ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി വെച്ച് കൊടുത്താൽ മതി. വെള്ളമായിട്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും കൂട്ടി കൊണ്ട് മിക്സ് ആക്കി കൊടുക്കാം. അല്ലാതെ പൊടി ഇടാത്ത രസം കേട്ടോ. ഉള്ളിവടക്ക് ഉള്ളി തോനുണ്ടാവണം, പൊടി കുറവും. അതേപോലെ തന്നെ ചിക്കൻ മസാല കുറച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്താ ഗൈസ് നമ്മൾ കാടമുട്ടയൊക്കെ തൊലിച്ച് റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഇനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണം.
അപ്പോൾ അതായത് നമ്മളെ മാവ് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഉള്ളി കഷ്ണം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പൂളവിടെ ഏകദേശമൊക്കെ അയക്കണം. നമ്മൾ മുട്ട ബജിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാണ്ട് നല്ല മേലേക്ക് പൊട്ടി തെറിച്ചിട്ട് എണ്ണ. കാരണം അതിൻ്റെ കുഞ്ച് നമ്മൾ എണ്ണയ്ക്ക് ആയാൽ പൊട്ടി തെറിക്കൂട്ടും. അപ്പോൾ പേടിയാണ്. എപ്പോഴും ഉണ്ടാവുന്ന മിസ്റ്റേക്കാണ് കേട്ടോ അത്. കാരണം നമ്മൾ നല്ലോണം മാവ് പൊതിഞ്ഞ് വെച്ചാലും എണ്ണയിൽ കിടക്കുമ്പോൾ ചെറുതായിട്ട് പൊട്ടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കൂട്ടാം, എണ്ണ മേത്തേക്കാവും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം മുട്ട ബജിയൊക്കെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ മാവിലും മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാടമുട്ട ആയതുകൊണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതെല്ലാന്നുണ്ടെങ്കിൽ കോഴിമുട്ട ആണെന്നുണ്ടെങ്കിൽ 4 പീസൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മളിവിടെ ഇറച്ചിയും പൂളിയും ഇവിടെ സെറ്റ് ആയിക്കണം. അപ്പോൾ ഈ ചപ്പും തൂമ്പിക്കലും കൂടി ഉണ്ട് കേട്ടോ. ഇറച്ചിയൊക്കെ വെന്തണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് തൂമ്പിച്ചെടുത്താൽ അടിപൊളി കപ്പ ബിരിയാണി അഥവാ എന്താ പറയുക ഇറച്ചിയും പൂളിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക, ഇറച്ചിയും പൂളി എന്നാണോ അതോ കപ്പ ബിരിയാണി എന്നാണോ പറയുക? പിന്നെ അവിടെ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയായി വന്നിക്കണം. അപ്പോൾ വേഗം ഓട്ടമൊക്കെ നിർത്തി വരും കേട്ടോ. നോമ്പായാൽ പിന്നെ ഒരു 5 മണി ആയ പെരയിലെത്തും. അപ്പോൾ എന്നിട്ട് ജ്യൂസ് ഉണ്ടാക്കലും ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ ഇക്കാരുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇക്കാണ് അതൊക്കെ റെഡിയാക്കുക, പൊരികൾ ഉണ്ടാക്കുക, ചായയും കടി ഉണ്ടാക്കുക, അതൊക്കെ എനിക്ക് പരിൻ്റെ ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ ഇല്ലാത്ത നേരത്തെ മാത്രമേ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ കയറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ പൊരികളൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളിവടയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മളെ ഉള്ളിവടയും നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ കുഴച്ചെടുത്താണ്. നന്നായിട്ട് തന്നെ നല്ല പാകത്തിന് മാവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉള്ളിവടയും കൂടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. കാടമുട്ട ഉണ്ടായാൽ മുട്ട ബജ്ജി ഉണ്ടാക്കാൻ നല്ല രസമാണ് കേട്ടോ. കാരണം ഓരോരോ മുട്ടയായിട്ട് നമുക്ക് ബജ്ജിയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഉള്ളിവടയും അതുപോലെ മൊരിച്ചെടുക്കുന്നുണ്ട്. മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്ന് എല്ലാവരും ഓരോരുത്തർ കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഫ്രൂട്ട്സായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുസമ്പി പിന്നെ ഇക്കാക്ക് വാങ്ങട്ടെ, ക്ഷീണത്തിന് നല്ലതാണെന്ന് പറഞ്ഞാൽ ഡെയിലി മുസമ്പി വാങ്ങും കേട്ടോ. പിന്നെ നമ്മൾ പൊന്നൂസ് അവിടെ നോമ്പ് നോറ്റിട്ടില്ല, ഓളൊന്നും നോറ്റിട്ടില്ല. അപ്പോൾ പൊരികളൊക്കെ എടുത്ത് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കാണുന്നിട്ട് ഇറച്ചിയും പുളിയും കൊണ്ട് തൂമ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തൂമ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുക, വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ ഇറച്ചിയും പൂളി മസാല ഇറച്ചിയും പൂളൊക്കെ കൂട്ടാം. നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് പൊന്നൂസൊക്കെ നോൽമ്പൊക്കെ നോൽക്കാതെ കള്ളത്തേയും ഫ്രൂട്ട്സും കട്ടുന്നാൻ ആരും അടക്കുക. അപ്പോൾ ടേബിളുമ്പോൾ റെഡിയാക്കി വെച്ച് നോമ്പൊക്കെ റെഡിയാക്കി വെച്ചത് ഒക്കെ എടുത്ത് തിന്ന് പോവുക, നോമ്പ് നോൽക്കാതെ. അതാണ് ഓളെ പരിപാടി. നമ്മുടെ ചായ ഇവിടെ സെറ്റായി കൊണ്ടുവെക്കുന്നുണ്ട്. നല്ല പാൽ ചായയാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ചായ ഇവിടെ ഇരിക്കുന്നത്. ചായ നല്ല വലിയ ചായപ്പൊടിൻ്റെ തരിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കിടന്ന് മറിയുന്നത്. പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാണ് കേട്ടോ. അടുക്കളയിൽ നല്ല എരപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വാരിയിടാണ്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായിക്കണം നേരം കേട്ടോ. ഒരു 6:15 ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നേരം. അപ്പോൾ അങ്ങനെ മക്കളെ നോമ്പ് ടേബിളിലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറൻ്റെ സ്പെഷ്യൽ എന്നുള്ളത് കേട്ടോ. ഇറച്ചിയും പൂളിയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇറച്ചിയും പൂളാന്നാ പറയാം. അപ്പോൾ ചില നാട്ടിലൊക്കെ കപ്പ ബിരിയാണി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ജ്യൂസ് ഇക്ക അടിച്ചത് തന്നെയാണ്. ജ്യൂസ് പിന്നെ ഇക്കയാണ് എല്ലാ ദിവസവും അടിക്കട്ടെ. ജ്യൂസും ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ ആ ഡ്യൂട്ടിയൊക്കെ പിന്നെ ഇക്ക ഏറ്റെടുക്കും. അപ്പോൾ ഇന്നലെ അടിച്ചിട്ടുള്ളത് ക്യാരറ്റിൻ്റെ ജ്യൂസാണ് കേട്ടോ. പിന്നെ മുസമ്പി, അതുപോലെ തന്നെ പൈനാപ്പിൾ ഈ നോമ്പിന് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ ഇപ്പോൾ പൊരിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കണത് ഉള്ളിവടയാണ് കേട്ടോ. നല്ല ഉള്ളിവട ഉണ്ടാക്കിയിരിക്കണത്. ഉള്ളിവടയും അതുപോലെ തന്നെ കാടമുട്ടയുടെ ബജ്ജിയാണ് കേട്ടോ. സദാ മുട്ട ബജ്ജിയല്ല, കാടമുട്ട കൊണ്ട് ബജ്ജിയാക്കി ഓരോ മുട്ടകളായിട്ട് എടുത്തിട്ടതാണ്. നോമ്പ് തുറക്കാനായിട്ട് മക്കളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മോനെ പിന്നെ സേവ് ചെയ്യൽ ഓനാണ് കേട്ടോ. ടേബിളിൽ കൊണ്ടുവന്നൊക്കെ ശരിയാക്കി വെക്കൽ ഓനാണ്. ആളെണ്ണം നോക്കി ഗ്ലാസ്സിൽ വെള്ളമാക്കുക, ഈത്തപ്പഴം സെറ്റാക്കുക, പാത്രങ്ങളും പ്ലേറ്റുകളൊക്കെ സെറ്റാക്കുക, അതൊക്കെ നമ്മൾ ആദ്യമോൻ്റെ പണിയാണ്. വലിയൊരു മോന്ത പറഞ്ഞാൽ പിന്നെ നമ്മളെക്കാട് ധൃതി ഇവിടെയാണ്. അച്ചൂട്ടിയൊക്കെ ഉറങ്ങേ.
അങ്ങനെ ഇതാ മക്കളെ 4ാമത്തെ നോമ്പുത്രയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അച്ചൂട്ടിയൊക്കെ ഉറങ്ങി, നോളൊക്കെ ഉണർത്തി എണീപ്പിച്ച് കുളിയൊക്കെ കഴിച്ചിരുത്തിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.